സാറിൻ്റെ പാർട്ടി BJP അല്ലേ ഈ റെയിൽവേ കാര്യങ്ങൾ നോക്കുന്നത്? ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. റെയിൽവേയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമല്ലോ. റെയിൽവേയിൽ ഹലാൽ ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ. അത് സാർ കേട്ടിട്ടില്ല അല്ലേ ആ സംഭവം? അല്ല, ഇന്നിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ചെറിയ വാർത്ത ഞാൻ കണ്ടു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നു, വാർത്ത കണ്ട് റെയിൽവേക്ക്. അത് സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. അല്ല, ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കളും ദളിതരും ഒക്കെ, ഹിന്ദുക്കൾ മാത്രമല്ല ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ മാംസക്കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും വാങ്ങാൻ പറ്റില്ല, അവരുടെ ഒന്നും ഇത് വാങ്ങിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളുടെ ഇത് മാത്രമേ പറ്റുള്ളൂ. അത് ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് വാദം. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കാര്യമുണ്ടെന്ന് തോന്നി. അല്ല, അതിൻ്റെ പേരിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു. ഈ ഹലാൽ എന്ന് പറഞ്ഞ വാക്ക് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻറ്റ് റെഫറൻസസ് ഇൻ ഖുറാൻ എന്നാണ് ഗൂഗിൾ അമ്മാവൻ കൊടുക്കുന്നത്. അത് തെറ്റാണ്. 2 സ്ഥലത്താണ് ഈ വാക്ക് ശരിക്കും വരുന്നത്. ഖുറാനിൽ 2 തവണയുള്ളൂ ഹലാൽ. അതെ. ഒന്ന് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം പറയുന്ന സമയത്ത്, ആഹാരത്തിൻ്റെ ക്രമം പറയുന്ന സമയത്ത് വിഹിതമായ ആഹാരം ഇതൊക്കെയാണ്. അതിൽ പന്നി ഒഴിവാക്കണം, അങ്ങനെ കുറേ സംഗതികൾ ഒഴിവാക്കണമെന്നുണ്ട്. പന്നി ഹറാമായ ഭക്ഷണമാണ്, പോർക്കൈ. പക്ഷേ പശു ഹലാലുമാണ്. അത് അങ്ങനെ പറഞ്ഞു പോകുന്ന സ്ഥലത്തുണ്ട്. പക്ഷേ ഇത് ഏറ്റവും അപായകരമായ രീതിയിൽ ഈ വാക്കിനൊരു വ്യാഖ്യാനം വരുന്നത് അവസാന കാലത്താണ് പ്രവാചകൻ്റെ. അതായത് ആദ്യം മെക്ക കീഴടക്കി, രണ്ടാമത് പിന്നെ മദീന കീഴടക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും പെർഫെക്റ്റായ മതം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഹലാൽ മതം, അത് ഇസ്ലാമാണ്. അടുത്ത സെൻറ്റൻസാണ് അപകടകരം. അതുകൊണ്ട് മറ്റ് മതങ്ങൾ ഇനി ആവശ്യമില്ല. അതാണ് കുഴപ്പം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ. ഇത് ഈ ഒരു കാര്യമുള്ളത്, ഇത്തരം വസ്തുതകളെ പൂഴ്ത്തി വെച്ചുകൊണ്ടും മറച്ചു വെച്ചുകൊണ്ടും പുണ്ണിൽ സെൻറ്റ് തേച്ച് നല്ല സുഗന്ധം എന്ന് വരുത്തുന്നതിന് വേണ്ടിയാണ് മലയാളത്തിലെ എന്നല്ല നമ്മുടെ മാധ്യമങ്ങൾ പൊതുവെ ശ്രമിക്കുന്നത്. ഇത് ഖുറാനിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ തന്നെ, അങ്ങനെ ഖുറാനിലുണ്ടെങ്കിൽ തന്നെ അത് നമ്മളത് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തെ സത്യമായി തന്നെ കാണണം. അതിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു വാക്യം ഏതാണെന്ന് വെച്ചാൽ, ന ബ്രൂയാത് സത്യം അപ്രിയം എന്നുള്ളത് ഏതോ അതിനീചനായ ഒരു അവസരവാദി പറഞ്ഞതായിരിക്കും. അപ്രിയ സത്യം പറയരുത്. കാരണം സത്യത്തിന് പ്രിയാപ്രിയങ്ങളില്ല, സത്യം മാത്രമേ ഉള്ളൂ. സത്യം മാത്രമേ ഉള്ളൂ. അതിനെങ്ങനെയാണ് പ്രിയമായ സത്യവും അപ്രിയമായ സത്യവും എന്നൊന്നില്ല. സത്യം അതാണ്. ഒരു വസ്തുതയെക്കുറിച്ച് പറയുമ്പോൾ ആ വസ്തുതക്ക് പ്രിയവും അപ്രിയവും ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അത്രയും ആ ചൂടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇഷ്ടവും അനിഷ്ടവും ഉണ്ടോ? ഇല്ലല്ലോ. വാസ്തവം മാത്രമേ ഉള്ളൂ. അത് വസ്തുതയല്ലേ. സത്യത്തിന് പ്രിയാപ്രിയങ്ങളില്ല. അതുകൊണ്ടാണ് ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന് പറയുന്നത് ഏതോ നീചനായ ഒരു അവസരവാദി ഉണ്ടാക്കി വച്ചിട്ടുള്ള കെണിയാണ്. നമ്മളത് കാരണം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗനം പാലിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വളരെ കൃത്യമായിട്ട് മലയാളികൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ചെറുതല്ല. വിദ്വാനെ മൗനം ഭൂഷണം, ഇതാണല്ലോ പറഞ്ഞേക്കണം. സത്യത്തിൽ എന്താണെന്നറിയാമോ? വാഗ്ഭൂഷണം ഭൂഷണം, പറയുന്നതാണ് അലങ്കാരം. അങ്ങനെയുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അത് മറ്റേ ഇതിനകത്ത്, കാരണം മറ്റതല്ലേ പ്രചാരത്തിലുള്ളത്. മറ്റതാണ് പ്രചാരത്തിലുള്ളത്, അതല്ല. പറയണം. ചാതുർവർണ്ണയം മയാ സൃഷ്ടം എന്നൊക്കെ പറയുന്നത് പോലെ അടുത്ത വരി പറയാത്തത് പോലെ തന്നെ ഇതിങ്ങനെ പറഞ്ഞിട്ട് വാഗ്ഭൂഷണം ഭൂഷണം, പറയുന്നതാണ് അലങ്കാരം, മിണ്ടാതിരിക്കുന്നതല്ല. അപ്പോൾ സത്യത്തെ അറിയുകയും ആ സത്യത്തെ പറയുകയും ചെയ്യുന്നതാണ് അലങ്കാരം എന്ന് പറഞ്ഞിടത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വിദ്വാന്
മൗനം ഭൂഷണം. എന്താ ഭർതൃഹരിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞേക്കേണ്ടത്? വിഭൂഷണം മൗനം അപണ്ഡിതാനാം. അപണ്ഡിതൻ്റെ പാമരൻ്റെ വിശേഷാലുള്ള അലങ്കാരമാണ് മൗനം, മിണ്ടാതിരിക്കൽ. എന്നിട്ടാണ് പറയണത് വാഗ്ഭൂഷണം ഭൂഷണം. നിങ്ങൾ സത്യത്തെ അറിയുകയും ആ അറിഞ്ഞ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. അതുകൊണ്ടാണല്ലോ സത്യകാമൻ പറഞ്ഞത് അമ്മ വ്യഭിചാരിണിയാണ് എന്നുള്ളതും സത്യമാണെങ്കിൽ ആ സത്യത്തെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിന് പ്രിയാപ്രിയങ്ങളില്ല. അതുകൊണ്ട് ഈ സത്യത്തിന് പ്രിയാപ്രിയങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഖുറാനിലും ബാക്കി പല കാര്യങ്ങളിലുള്ള സംഭവങ്ങൾ നമ്മൾ മൂടി വെച്ചുകൊണ്ട് അതൊന്നും പറയരുത് എന്ന് പറയണം. അത് പറയണം. അത് പറഞ്ഞതിന് ശേഷം ഇത് ശരിയല്ല, നമുക്കൊരുമിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവസാനത്തെ മതമായി ഇത് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു, ഇതാണ് സമ്പൂർണമായി പെർഫെക്റ്റായ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നുകൂടി പറയാനുള്ള അവകാശമുള്ളപ്പോൾ അത് എന്നേക്കുമായിട്ടുള്ള സത്യമായി തീരില്ല. ഇതും കൂടി നമ്മൾ പറയണ്ടേ? അപ്പോൾ ഹലാൽ എന്ന വാക്ക് അപകടം പിടിച്ചതാകുന്നത് അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഹലാൽ വസ്ത്രം വരുന്നു, അതൊഴികെയുള്ള എല്ലാ വസ്ത്രങ്ങളും തെറ്റാണ്. അതിനകത്തൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. മുസ്ലിമിൻ്റെ സാധനങ്ങൾ മാത്രം വാങ്ങാം. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്. എന്താ കാര്യമെന്നറിയാമോ? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ. അതാണ് ഇപ്പോൾ ഈ പരാതിക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് തുല്യതയ്ക്കുള്ള അവകാശമുണ്ടല്ലോ. ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട്, സാധനങ്ങൾ വിൽക്കാൻ അവകാശമുണ്ട്. എനിക്കിപ്പോൾ ഹലാൽ വേണമെന്നില്ല എന്ന് തന്നെ വെക്ക്. റെയിൽവേ പറയുന്ന ഹലാൽ കഴിച്ചാൽ മതി. ഹലാൽ കഴിച്ചാൽ മതി എങ്ങനെയാണ്? ഞാൻ തുപ്പിയ മറ്റേ മൊല്ലാക്ക വന്ന് തുപ്പിയെടുത്ത ഭക്ഷണം ഞാൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ആദ്യം ചോദിച്ച സാറിൻ്റെ പാർട്ടി അല്ലേ റെയിൽവേ ഭരിക്കുന്നത്? അല്ല, എൻ്റെ പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും ശരിയാണ്. ഇതൊരു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള പല നിയമങ്ങളും ശ്രദ്ധിക്കില്ല. കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഈ ബജറ്റ് ഉണ്ടാക്കുന്നത് അറിഞ്ഞപ്പോൾ ചിരിച്ചുപോയി. നിങ്ങൾക്ക് ബജറ്റ് കിട്ടാറുണ്ടല്ലോ കേരള. ഇത് നിർമ്മിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ ചിരിക്കുകയുള്ളു. ഒരു രഹസ്യമായിട്ട് അത് ചുമ്മാ പോയിട്ട് ഇരുന്ന് കള്ളുപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല മന്ത്രിമാരും, അല്ലാതെ വേറെ ഒന്നുമല്ല. മന്ത്രിമാർക്ക് കള്ളുപിടിക്കാൻ മറ്റെന്താണ്, അവിടെ ഏതോ ഒരു വിഴിഞ്ഞത്തോ മറ്റൊരു ഗസ്റ്റ് ഹൗസിൽ പോയി ഇരുന്നിട്ട് ഇവരിങ്ങനെ ആലോചിച്ചിരിക്കണൊക്കെ ഒരു ആലോചനയില്ല. എന്താ സംഭവം എന്നറിയാമോ? ബജറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് ഈ സാധനം കൃത്യമായിട്ട് കൊണ്ടുവരും. ഈ ബജറ്റിൻ്റെ ഒരു ഫയലുണ്ട്, ആ ഫയൽ അങ്ങനെ തന്നെ എടുക്കും. എന്നിട്ട് എല്ലാത്തിൻ്റെ കൂടെയും 15% കൂട്ടിയിടും. എല്ലാത്തിൻ്റെയും കൂടെ നേരെ ഇങ്ങോട്ട് തരും. അതാണ് ബജറ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇൻകം ജനറേഷന് വേണ്ടിയിട്ട് ടാക്സിങ് അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടാക്സിങ് കൊണ്ട് പിന്നെ ലോട്ടറി ഉണ്ട്, ഇതല്ലാതെ നമുക്ക് ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊരു ക്രിയേറ്റീവായ നിർദ്ദേശം ഏതെങ്കിലും ഒരു ഫിനാൻസ് സെക്രട്ടറി എന്തെങ്കിലും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേട്ടിട്ടില്ല. നിങ്ങൾ കുറേ കാലം തലസ്ഥാന നഗരിയിൽ റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്ന ഒരാളല്ലേ, കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കേട്ടിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ ബജറ്റ്. അപ്പോൾ ബജറ്റ് സോഷ്യലിസത്തിൽ എനിക്ക് അല്പം പോലും വിശ്വാസമില്ല. ബജറ്റിലൂടെ ഒന്നും സോഷ്യലിസം വരില്ല. സോഷ്യലിസം വരണം എന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതം ഏറ്റവും താഴേക്കിടയിലുള്ളവന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി ചിലവാക്കണം. അങ്ങനെ ചിലവാക്കി തുടങ്ങിയതാണ് മോദി. അതാണ് മോദി പറഞ്ഞ ഒരാളും ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഈ ശ്രീബുദ്ധൻ 4 കാര്യങ്ങൾ ചെയ്തല്ലോ. 1 ദാരിദ്ര്യം, 2 രോഗം, 3 വാർദ്ധക്യം, 4 വിശപ്പ്. ഈ 4 കാര്യങ്ങൾ ഇല്ലാതെയാക്കണം. അതിനു വേണ്ടിയാണ് ഒരുത്തം പരിശ്രമിച്ച് കൊട്ടാരം വിട്ടിറങ്ങി തിരിച്ചത്. പുള്ളി അതിനകത്ത് വിജയിച്ചില്ല, അത് പോയിക്കോട്ടെ.
നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്ന് വാശിയില്ല. പക്ഷെ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അത് ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യുക. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന തത്വം ലംഘിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. എനിക്ക് മല്ലാക്ക തുപ്പിയ ഭക്ഷണം വേണ്ട എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ, അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇത് കനത്ത മനുഷ്യാവകാശ ലംഘനമാണ്, നിയമലംഘനമാണ്, വിവേചനമാണ്, ഭരണഘടനാ ലംഘനമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണും. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിസമർത്ഥനായ ഒരു റെയിൽവേ മന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇപ്പം ഇത് വരുമല്ലോ. പക്ഷെ വേറൊരു കാര്യം, എനിക്കൊരു പരാതിയുണ്ട്, വേറൊരു വിവേചനമുണ്ട്. പ്രമേഹ രോഗമുള്ള ആളുകൾ കേരളത്തിൽ വളരെ കൂടുതലാണ്. പ്രമേഹത്തിന്റെ തലസ്ഥാനമാണ്. ട്രെയിനിൽ കയറിയാൽ അവർക്ക് ഈ പഞ്ചസാര വെള്ളം കലക്കിയ ചായ അല്ലാതെ കിട്ടത്തില്ല. അയ്യോ, അത് മാത്രമൊന്നുമല്ല, അത് കുടിക്കാനും കൊള്ളില്ല. ട്രെയിനിലെ ചായ കാപ്പി എന്ന് പറയുന്ന സാധനം അതിനേക്കാൾ വൃത്തികേടാണ് ഏതിൽ കിട്ടുന്നത്. വന്ദേ ഭാരതിലെ ഭക്ഷണം തൊട്ടാൻ പറ്റില്ല. ഞാൻ വന്ദേ ഭാരതിൽ പോകുമ്പോൾ വീട്ടിൽ നിന്നൊരു ഇത്തിരി ചോറ് കെട്ടിക്കൊണ്ട് പോകണ ഇലയിൽ പൊതി. മറ്റതിനകത്ത് ഫുഡ് സഹിക്കാൻ പറ്റില്ല. എനിക്ക് പക്ഷേ നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ ഇത് കാരണം തീവണ്ടിയിൽ നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. അത് ഈ ലോവസ്റ്റ് ടെൻഡറിൽ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതെ. പക്ഷേ വേറൊരു കാര്യം, മോദി സർക്കാർ വന്നതിന് ശേഷമാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല ഹോട്ടൽസ് വന്നു. റെയിൽവേ സ്റ്റേഷനിലെ മണമില്ലാണ്ടായി. റെയിൽവേ സ്റ്റേഷനിലെ മണമില്ലാതായി, ദുർഗന്ധമില്ല, നല്ല ഹോട്ടൽ. കോച്ചുകൾ നമ്മളിരിക്കുമ്പോൾ ആവശ്യപ്പെട്ടാൽ വന്ന് വൃത്തിയാക്കാൻ ആൾ വരും. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേണമെങ്കിൽ അവിടെ നിന്ന് രാവിലെ പോയിട്ട് അവിടെ നിന്ന് ഒരു ഇത്തിരി ഫുഡ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടൽ ഇതിനെ ഒഴിവാക്കുകയും ചെയ്യാം. അതെ, ഒരു ചെറിയ ഫ്ലാസ്ക് കയ്യിൽ കരുതി കഴിഞ്ഞാൽ ചായയുമായി. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഈ വാർത്തയും ഈ കേസും വന്നതുകൊണ്ട് ട്രെയിനിൽ കിട്ടുന്നത് ഹലാലാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ആളുകൾക്കറിയാം. അപ്പോൾ ഇനി ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കുമായിരിക്കും. ഓക്കെ.